വീണ്ടും പുനഃപരീക്ഷയുമായി NTA. ഓൾ ഇന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് വീണ്ടും നടത്തും. ജയ്പൂരിലെ ശ്രീ സത്യസായി PG കോളേജ് സെന്ററിലെ 49 ഉദ്യോഗാർത്ഥികൾക്കായാണ് പുനഃപരീക്ഷ നടത്തുന്നത്. പരീക്ഷ 2026 സെപ്റ്റംബർ 1 രാവിലെ 10 മണി മുതൽ നടക്കും. സെന്ററിലെ വൈദ്യുതി തകരാർ കാരണം 49 പേർക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ലാൽകുമാർ വിശദാംശങ്ങളുമായി. ലാൽ, ഈ പരീക്ഷയും ഒന്നുകൂടെ നടത്താൻ NTA തീരുമാനിച്ചതിന്റെ പശ്ചാത്തലം, സാഹചര്യം അതെങ്ങനെയാണ് നടത്താൻ പോകുന്നത്? സൈഫുദ്ദീൻ, അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്കാണ് NTA പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ഒരാഴ്ചക്കുള്ളിൽ ഇതിപ്പോൾ രണ്ടാമത്തെ പുനർപരീക്ഷയാണ്. രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും പുനർപരീക്ഷ നടക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി നൽകിയ ഉറപ്പ് ഉൾപ്പെടെ പാഴായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഇപ്പോൾ പുനർപരീക്ഷ നടത്തുന്ന ഈ ഓൾ ഇന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റിലാണ് ഈ ഇന്ത്യയിലുടനീളമുള്ള ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി ഇതിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ ആണ്. അത് രാജ്യാടിസ്ഥാനത്തിലുള്ള ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിലാണ് ഇന്ന് വലിയ അബദ്ധം സംഭവിച്ചിരിക്കുന്നത്. ഈ ഇത്തരത്തിൽ ജയ്പൂരിലെ ഒരു കോളേജിൽ വെച്ച്, ശ്രീ സത്യസായി PG കോളേജ് സെന്ററിൽ വെച്ച് നടന്ന പരീക്ഷയിൽ വൈദ്യുതി തടസ്സം ഉണ്ടാവുകയായിരുന്നു. ഏകദേശം 192 പേരാണ് ഇത്തരത്തിൽ പരീക്ഷ എഴുതിയത്. അതിൽ 49 പേർക്ക് ഈ വൈദ്യുതി തടസ്സം കാരണം ഇത്ര വലിയൊരു പരീക്ഷ, രാജ്യാന്തര തലത്തിൽ നടത്തുന്ന ഒരു പരീക്ഷ പൂർത്തിയാക്കാൻ പറ്റില്ല എന്നൊരു വാർത്ത വരികയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുനർപരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും NTA ഈ പരീക്ഷ നടത്തിയ ഏജൻസിക്കായിരുന്നു ഈ പരീക്ഷയുടെ ചുമതല കൊടുത്തിരുന്നത്. അവരുടെ പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് ഇപ്പോൾ തലയൂരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മാത്രമല്ല, ഇതിൽ വിദ്യാർത്ഥികളോട് ഖേദം ഉൾപ്പെടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്ന് രാവിലെ 10 മണിക്കാണ് പരീക്ഷ. 10 മണി തൊട്ട് 12 മണി വരെ 2 മണിക്കൂറുള്ള ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ തുടങ്ങി 15 മിനിറ്റിനകം തന്നെ വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നു. രാവിലത്തെ ആദ്യ ഷിഫ്റ്റിൽ തന്നെ ഇത്തരത്തിൽ വൈദ്യുതി തടസ്സം ഉണ്ടായിട്ടും അതിനുള്ള ഒരു പരിഹാരം കാണാൻ അധികൃതർ തയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഉച്ചക്ക് 1 മണിക്ക് ആരംഭിക്കേണ്ട പരീക്ഷ, ആ പരീക്ഷയിലും അതേ പ്രശ്നം ആവർത്തിക്കുന്നു. പിന്നീട് ജനറേറ്റർ ഉൾപ്പെടെ കൊണ്ടുവരുന്നു. പക്ഷേ 3 ജനറേറ്റർ മാറ്റി വെച്ചിട്ടും ഈ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിൽ പരിഹരിക്കാൻ പറ്റിയില്ല. അതിന് പിന്നാലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഈ സ്ഥലത്തൊരു സംഘർഷാവസ്ഥ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 49 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബിരുദം കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബിരുദം പൂർത്തിയാക്കിയ അവരുടെ PGയിലേക്ക് കടക്കേണ്ട ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിലാണ് ഇത്ര വലിയൊരു പ്രശ്നം. രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ, ആ പരീക്ഷയിലാണ് ഏറ്റവും വലിയ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 49 വിദ്യാർത്ഥികൾക്ക് പുനർപരീക്ഷ വെച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലാണ് പുനർപരീക്ഷ നടക്കുന്നത്. ഇത്തരത്തിൽ രാജ്യത്തുടനീളം NTAയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രശ്നങ്ങളാണ് ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പ്രതിപക്ഷം ഉൾപ്പെടെ ഈ NTA പിരിച്ചുവിടണം എന്നൊരാവശ്യം ശക്തമാക്കുന്ന ഘട്ടത്തിലാണ് ഈ തെറ്റുകൾ ഇതുപോലെ ആവർത്തിച്ചു വരുന്നത്. മാത്രമല്ല, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഉൾപ്പെടെ പാർലമെന്റ് പാസ്സാക്കിയിരുന്നു. ഈ തെറ്റ് ഇനി ആവർത്തിക്കില്ല, അതിനുള്ള എല്ലാ പരിഹാരവും ഞങ്ങൾ കണ്ടു കഴിഞ്ഞു എന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെ പറയുന്നു. പാർലമെന്റിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ അതിന് പിന്നാലെ നിരന്തരമായി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നെറ്റ് പരീക്ഷയുടെ ഭാഗമായി 3 പരീക്ഷകൾ വീണ്ടും നടത്തുമെന്നൊരു സ്ഥിതി ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പരീക്ഷ കൂടി ഇത്തരത്തിൽ പുനർപരീക്ഷ നടത്താനുള്ള തീരുമാനം NTA എടുക്കുന്നത്. ഈ NTA ഇതിൽ അന്വേഷണമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ പരീക്ഷ നടത്താൻ ഏൽപ്പിച്ച ഏജൻസിയുടെ തലയിൽ വിഷയം ഇട്ടുകൊണ്ട് അവരുടെ പ്രശ്നമായി കണക്കാക്കിക്കൊണ്ട് തടിയൂരാനാണ് ഇപ്പോൾ NTA ശ്രമിക്കുന്നത്. അതിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിഷേധമായി, വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്തെ വലിയ വലിയ പരീക്ഷകളിലാണ് ഇത്തരത്തിൽ തെറ്റ് സംഭവിക്കുന്നതാണ് എന്നതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. കാരണം നെറ്റ്, നീറ്റ് തുടങ്ങിയ വിഷയങ്ങളിൽ നേരത്തെ തന്നെ വലിയ രീതിയിലേക്കുള്ള തെറ്റ് സംഭവിച്ചിരുന്നു. പുനർപരീക്ഷകൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പരീക്ഷകളിലും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു പരീക്ഷ നടത്താൻ പറ്റാത്തവരാണോ രാജ്യത്തെ NTA എന്ന ചോദ്യം ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സൈഫുദ്ദീൻ, അപ്പോൾ NTA നടത്തുന്ന മത്സര പരീക്ഷകളിൽ വീണ്ടും